ഇതെന്താണെന്ന് അറിയാമോ? ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാരും കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഇങ്ങനൊരു സാധനം ഒരു ട്രെയിൻ പോലെയാണ് ഇരിക്കുന്നത്, കണ്ട. ഫ്രണ്ടിലൊരു പണ്ടത്തെ ട്രെയിനില്ലേ, നമ്മുടെ സ്റ്റീം എഞ്ചിനുള്ള ആ ട്രെയിൻ പോലെയാണ് ഇരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് 2010-5-1 വായിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഇഗ്നിഷൻ ഗ്യാസ് സ്റ്റൗ ഇല്ലേ, നമ്മുടെ ഓട്ടോ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റർ ഉണ്ടല്ലോ, ലൈറ്ററോ തീപ്പെട്ടിയോ ഒന്നും യൂസ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗ്യാസ് സ്റ്റൗ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? എല്ലാ ടൈപ്പിലും ഇത് തന്നെ, ബ്യൂട്ടേൻ ആണെങ്കിലും LPG സ്റ്റൗ ആണെങ്കിലും ഏത് ടൈപ്പ് ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഓട്ടോ ഇഗ്നിഷൻ ആണെങ്കിൽ ഇതുപോലൊരു യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്ററിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് വർക്ക് ചെയ്യണമെന്ന്, അതിനകത്തൊരു പീസോ ഇലക്ട്രിക്കാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു സാധനമല്ല, ഇതൊരു ഇലക്ട്രോണിക് സാധനമാണ്. ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോ ഇഗ്നിഷൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഇഗ്നിഷൻ യൂണിറ്റാണ്, ആ സ്പാർക്കിംഗ് യൂണിറ്റാണ് ഈ സാധനം. ഇത് കംപ്ലീറ്റ്ലി മോൾഡഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതിന് പല ഇതുണ്ട്, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ലൈൻ മൈനസ്, ഗ്രൗണ്ട്, ലൈൻ അല്ലെങ്കിൽ ലൈവ് അല്ലെങ്കിൽ പ്ലസ് എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണത് 1.5 വോൾട്ടിലാണ്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് 1.5 വോൾട്ട്. 1.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡ്യൂറസെല്ല് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. ഡ്യൂറസെല്ലിൽ നല്ല വിലയുള്ള ഒരു സാധനമാണ് ഈ ഡ്യൂറസെൽ. കാരണം ഈ ഡ്യൂറസെല്ല് ഒരെണ്ണത്തിന് 200 രൂപയോളം വിലയുണ്ട് ഈ ബാറ്ററിക്ക്. 200. കാരണം ഇത് ഏറ്റവും വലിയ പ്രത്യേകത, ഈ സാധനം ഈ ഡ്യൂറസെല്ല് പെയറായിട്ടേ കിട്ടുള്ളൂ, 2 സെല്ലായിട്ടേ കിട്ടുള്ളൂ. 2 സെല്ലിന് ഇത് ഏകദേശം 440 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ വില. കാരണം ഇതുണ്ടെങ്കിലേ ഇവൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ചോദിക്കും, സാധാരണ എവറുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പാനസോണിക്കിൻ്റെ D ടൈപ്പ് ബാറ്ററി യൂസ് ചെയ്താൽ പോരാ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് കറണ്ട് കൂടുതൽ വേണം. ഈ സാധനത്തിന് കറണ്ട് ഉണ്ടെങ്കിലേ ഇവ നല്ലത് സ്പാർക്ക് ചെയ്യും. കറണ്ട് ഇല്ലെങ്കിൽ സ്പാർക്ക് ചെയ്യില്ല. ഇത് ഏകദേശം 2-3 വർഷത്തോളം കിടക്കും. ഒരു ബാറ്ററി വാങ്ങിച്ചാൽ 2-3 വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് 1.5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതായത് ഇത് എന്തിനാ ലൈവ്, ന്യൂട്രൽ, എർത്ത് എന്നൊക്കെ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ഈ സെയിം മോൾഡിൽ തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതേപോലെ 1.5 വോൾട്ടിൽ, ചിലത് 3 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, 2 ഡ്യൂറസെല്ല് വർക്ക് ചെയ്യുന്നു. ചിലത് 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 230 വോൾട്ടിലുള്ളതിനാണ് ഈ ലൈവ്, ന്യൂട്രൽ, ഈ എർത്ത് എന്നുള്ള സിമ്പലില്ലേ അതൊക്കെ കൊടുത്തേക്കണം. അപ്പോൾ 230 വോൾട്ടിൽ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതിനകത്ത് 230 വോൾട്ട് കണക്ട് ചെയ്യുന്ന സർക്യൂട്ടായിരിക്കും ഉള്ളത്. അപ്പം നമ്മൾ ഫേസ് ലൈൻ എടുത്ത് ഇതിനകത്ത് കൊടുക്കണം, ന്യൂട്രൽ ലൈൻ ഇവിടെ കൊടുക്കണം, ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു കുറ്റി വരും, അതിനകത്ത് എർത്തും കൊടുക്കണം. ഈ 2 സാധനം കണ്ട, ഇതും ഇത് രണ്ടുമാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏത് നമ്മളെ ഓട്ടോ ഇഗ്നിഷൻ സ്പാർക്ക് പ്ലഗ് വരൂലേ, ആ എൻഡിലൊക്കെ പോകുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇലക്ട്രോണിക് ഷോപ്പിലല്ല ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് ഞാൻ ഇലക്ട്രോണിക് ഷോപ്പിലാണ് തപ്പി നോക്കി, അവിടെയൊന്നുമില്ല. ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത് ഗ്യാസ് സ്റ്റൗ റിപ്പയർ ഷോപ്പിലാണ്. ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്പെയർ പാർട്സൊക്കെ കിട്ടുന്ന ഷോപ്പിൽ മാത്രമേ ഇത് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതും കൂടെ കൊണ്ടുപോകണം, എത്ര വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് എൻ്റെ വീട്ടിലുള്ള ബർണർ 2 എണ്ണമാണ്. അപ്പം രണ്ട് ബർണറുള്ളതുകൊണ്ട് ഇത് 2 എണ്ണം ഉള്ളതാണ് ഞാൻ വാങ്ങിക്കേണ്ടത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പം ഗ്യാസ് സ്റ്റൗവിൻ്റെ റിപ്പയർ ഷോപ്പിൽ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പിൽ അവിടെ ഇത് 2 എണ്ണം ഉള്ളതില്ല, 4 ബർണർ കണക്ട് ചെയ്യണതേ ഉള്ളൂ. ഇത് 4 ബർണർ കണക്ട് ചെയ്യണം, പുതിയതാണ്. 4 ബർണർ കണക്ട് ചെയ്യണതേ ഉള്ളൂ. കാരണം ഇത് 1.5 വോൾട്ട് DC വർക്ക് ചെയ്യുന്നത്, 4 ബർണർ. അപ്പം നമുക്ക് ഈ 4 ബർണറോ 2 ബർണറോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 ബർണറോ യൂസ് ചെയ്യാതിരുന്നാൽ മതി. 2 ബർണറിൽ മാത്രം കണക്ട് ചെയ്യും, ബാക്കി 2 ബർണറിൽ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പം അതാണ് എൻ്റെ ഐഡിയ. വർക്ക് ചെയ്യുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം എന്താണ്. കാരണം ഇത് കണക്ട് ചെയ്യാതിരുന്ന അടിച്ചു പോവോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നോക്കാം. അപ്പം ഇതിനകത്തും സെയിം കണക്ഷൻ തന്നെ, ലൈവ് പ്ലസ് മൈനസ്, ലൈവ് ന്യൂട്രൽ, എർത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കാം. കാരണം ഇത് മിക്കവാറും ഈ ഒരു സ്റ്റീം എഞ്ചിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനം ഇത് ചോക്കായിരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ 2 എണ്ണം ഉള്ളപ്പം 2 എണ്ണത്തിന് ഇവിടെ ഒരു ചോക്ക് വന്നു, 4 എണ്ണം ഉള്ളതിന് ഇവിടെ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 2 ചോക്കായിരിക്കും വരുന്നത്. ഞാനിത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഈ ഡ്യൂറസെല്ലിൽ ഇത് കണക്ട് ചെയ്ത്. മാത്രമല്ല 4 എണ്ണം ഉള്ളതുകൊണ്ട് ഈ ഡ്യൂറസെല്ല് എത്ര നാൾ ബാക്കപ്പ് കിട്ടുമെന്നും എനിക്ക് അറിഞ്ഞൂടാ കണക്ട് ചെയ്താൽ. കാരണം മറ്റേതിൽ 2 എണ്ണം മതിയല്ലോ. അത് 3-4 വർഷത്തോളം യൂസ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് 4 വർഷത്തോളം ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഒരു സെല്ല് മാറ്റുന്നത്, ഡ്യൂറസെല്ല് മാറ്റിയിട്ട്
അടുത്ത ഇത് തീർന്നില്ല, അതിന് മുമ്പേ അത് അടിച്ചു പോയി. മാത്രമല്ല ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്ന ഒരു ഡ്യൂറസെല്ല് ലീക്കായിപ്പോയി. അപ്പോൾ ഡ്യൂറസെല്ല് ലീക്ക് ആവില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇല്ല, അത് ലീക്കാവും, നന്നായിട്ട് തുരുമ്പ് പിടിക്കും. എങ്ങനെയാണ് ഈ എഡ്ജൊക്കെ തുരുമ്പ് പിടിച്ച് ഇവിടെയും തുരുമ്പ് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങും തുടങ്ങും കംപ്ലീറ്റ്. അങ്ങനെ രണ്ടെണ്ണം ഞാൻ പെയറായിട്ട് വാങ്ങിച്ച് വെച്ചിരുന്നു. അതായത് ഇത് വാങ്ങിച്ച സമയത്ത്, അതായത് ഞാൻ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ച സമയത്ത് ഞാൻ 2 ഡ്യൂറസെല്ല് കൂടെ അഡീഷണൽ വാങ്ങിച്ച് വെച്ചിരുന്നു. ആ 2 ഡ്യൂറസെല്ലും ഇതായിപ്പോയി, ലീക്കായിപ്പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ രണ്ടാമത് വാങ്ങിച്ചാണ് ഈ ഡ്യൂറസെല്ല്. പിന്നെ ഞാൻ ഇന്ന് എന്തൊക്കെ ഈ വീഡിയോ കാണിക്കാൻ, ഇത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സ്പാർക്കല്ല, മാത്രമല്ല ഇതിനെ പൊളിച്ച് കാണിച്ചു തരാം. ഇത് വർക്ക് ചെയ്യില്ല, കംപ്ലീറ്റ് പോയി. കാരണം പവർ കൊടുത്താലും സ്പാർക്കൊന്നും വരില്ല. അപ്പോൾ എന്തോ സാധനം അടിച്ചു പോയി. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു മോൾഡഡ് ആയിട്ടാണ്, കാരണം ഇത് സ്പാർക്കൊന്നും വരില്ല, കംപ്ലീറ്റ് അടിച്ചു പോയി. ഇത് കംപ്ലീറ്റ്ലി ഒരു മോൾഡഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിനെ കട്ട് ചെയ്തും കാണിച്ചു തരാം. ഇതിനകത്ത് എന്താണ്, നമ്മുടെ വീഡിയോയിൽ ഇതിനകത്ത് എന്താണെന്ന് കൂടെ നമുക്ക് കാണണം. ഒന്ന് ഈ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ജിറ്റിലിട്ട് ഇടിച്ച് പൊടിച്ചെങ്കിൽ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തിനാണെന്ന്. ഓക്കെ, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു പ്ലസും മൈനസും വയർ ഇട്ടെടുക്കണം. നമുക്ക് തൽക്കാലം ഈ വയർ കണക്ട് ചെയ്യാനുള്ള ഇത് നോക്കാം നമുക്ക്. ഓക്കെ, ശരി. ഞാൻ ഒരു വയർ കണക്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഇത് സോൾഡറൊന്നും ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സോൾഡറില്ല, എൻ്റെ മറ്റേ ഇതിൻ്റെ കണക്ടറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം അത് മതി. എന്നിട്ട് ഇതിൻ്റെ വയറിൽ ഞാൻ 1.5 വോൾട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കേട്ടോണം ഇതിൻ്റെ സ്പാർക്ക് ചെയ്യുന്ന സൗണ്ട്. പ്ലസ് മൈനസ് മാറിപ്പോരുത്. ഞാനിത് ഇത്തിരി കൂടെ സൂം ഔട്ട് ചെയ്യാമേ. ഓക്കെ, കാണാമല്ലോ. ഞാൻ ഇതിൻ്റെ ബാറ്ററിയും കൂടെ കണക്ട് ചെയ്യാം. പ്ലസ് മൈനസ് മാറിപ്പോരുത്. കണ്ട, എന്തോ ഒരു ടക്ക് 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 സൗണ്ട് കേൾക്കണണ്ട. എന്നിട്ട് നമുക്കിത് ഒരു വയർ ഇട്ട് കണക്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ ലൈറ്റൊക്കെ കാണിച്ചു തരാം. ലൈറ്റൊക്കെ അണച്ചാൽ ആ സ്പാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാനതൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം. സ്റ്റുഡിയോയില്ല, ഞാൻ സ്റ്റുഡിയോയിലെ ലൈറ്റല്ല ഓഫ് ചെയ്ത്, എങ്കിലേ നിങ്ങൾക്ക് സ്പാർക്ക് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ സ്പാർക്ക് പോകണുണ്ടോ തമ്മിൽ? ഇത് കണ്ടോ, കാണാമല്ലോ. കൂടുതൽ നേരം ഞാൻ ഓൺ ചെയ്ത് വെക്കുന്നില്ല, കാരണം അടിച്ചു പോകും. കാരണം ഇത് ഗ്യാസ് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഊരേണ്ടതല്ലേ. അതുകൊണ്ട് കൂടുതൽ നേരം വെക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പം സ്പാർക്കിങ് നടന്നത് ഇവിടെ നിന്ന് ഇവിടോട്ട് സ്പാർക്ക് പോകുന്നത്. അത്രയ്ക്ക് നല്ല പവർഫുള്ളാണ്. പിന്നെ ഇത് നമ്മൾ പോസിറ്റീവിലാണ് കൊടുക്കുന്നത്, നെഗറ്റീവിലല്ല കൊടുക്കുന്നത്. പോസിറ്റീവ് ഇതിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് അമ്മയൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവാണ്. അപ്പം അവിടെ ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ഇപ്പം 4 കണക്ട് ചെയ്യുമ്പോൾ താഴോട്ടാണോ സ്പാർക്ക് പോകുന്നത്, മുകളിലോട്ടാണോ, ഈ ഗ്രൗണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് ഗ്യാസ് സ്റ്റൗവിൽ ഞാനത് നോക്കിയില്ല. അത്രയും അറിയാമല്ലോ, വീട്ടിലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ കിടപ്പ് അത്രയും അഴുക്കൊക്കെയാണ്. ഭയങ്കര അഴുക്കൊന്നും അല്ല, എന്നാലും അഴുക്കാണ്. ഞാനത് നോക്കിയിട്ട് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞു. നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കണ്ട ഇതിൻ്റെ ലെങ്ത് കണ്ട്, ഇതിന് 2 സ്ക്രൂ ആണുള്ളത് ഇവിടെയും കണക്ട് ചെയ്യാൻ. അപ്പം നമ്മളിത് ഇങ്ങനെ കണക്ട് ചെയ്താൽ കാരണം സ്ക്രൂ നിൽക്കില്ല. അവിടെ അതിൻ്റെ ഹോളിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിൽ അങ്ങ് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഒരു സ്ക്രൂവിലും, അപ്പം ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ബലത്തിലല്ല നിൽക്കുന്നത്, സ്ക്രൂവിൻ്റെ ബലത്തിൽ ഇത് താഴോട്ട് പോകാതിരിക്കാൻ ഡബിൾ സൈഡ് ടേപ്പ് ഹെൽപ്പ് ചെയ്തോളൂ. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഐഡിയ. എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. ഇതിനകത്ത് എന്തിരുന്നത് ഞാൻ എൻ്റെ മറ്റേ കട്ടിങ് ടൂളുണ്ട്, മറ്റേ സർക്കുലർ സോ ഉള്ളത്. പക്ഷേ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആക്സാ ബ്ലേഡിട്ടാണ് ഇത് ചെയ്യണം. മറ്റേത് എനിക്ക് കൺട്രോൾ അല്പം താന്നു വല്ലതും പോകണമെങ്കിൽ വലിയ പാടാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്യാനാണ് വരുന്നത്. നമുക്ക് ആക്സാ ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ആക്സാ ബ്ലേഡ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഗൈസ്, എന്നെ പറ്റിച്ചു. കാരണം ഞാൻ വിചാരിച്ചു ഇതൊരു മോൾഡ് ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഇവിടെ ആക്സാ ബ്ലേഡ് ഞാൻ ഇത് കട്ട് ചെയ്ത് തുടങ്ങിയപ്പം ഇവൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ഇളകി അങ്ങ് വന്നു. ഈ സാധനം
കാരണം ഇവിടെ കുറച്ച് വെള്ള സാധനമൊക്കെ വന്നു. അപ്പോൾ ഈ വെള്ള സാധനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പോയിൻ്റർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തോ ഒരു സാധനം ഇട്ട് കട്ട് ചെയ്ത് വെക്കും. നല്ല കട്ടിയുണ്ട് കേട്ടോ. ആക്സലറേറ്റ് ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. കാരണം ഇവിടെ 2 പോയിൻ്റാണ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചോക്ക് ഉണ്ടാവും എന്തുവന്നാലും. ആ ചോക്കിൽ നിന്നായിരിക്കണം ഈ സാധനത്തിലോട്ട് പോകുന്നത്. കാരണം ഈ ബോർഡ് അതായത് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ എനിക്കത് കാണുമ്പോൾ കണ്ട ഇതിങ്ങനെ ഇളവുമെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഇത് ഇവിടെ നിന്ന് ഇളവുമെന്ന്. കാരണം ഞാൻ സ്ക്രൂ ഡ്രൈവറൊക്കെ തൊന്നി നോക്കിയായിരുന്നു, എന്നിട്ടത് ഈ ഇളവിയില്ലായിരുന്നു. അപ്പം ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കെ ഇവനങ്ങ് തള്ളി വന്നു. വേണ്ട കാണാമല്ലോ അല്ലേ, ഇങ്ങനെ അങ്ങ് ഇളക്കിയെടുത്താൽ മതിയാവും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിരുന്നു. ഞാൻ വളരെ എന്തൊക്കെയോ ഒക്കെ ഞാൻ ആലോചിച്ച് കൂട്ടി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടിനെ ഒന്ന് വെളിയിലെടുക്കാൻ നോക്കാം. കാരണം ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഡീസോൾഡർ ചെയ്യണോ വേണ്ടയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് വെച്ച് പ്ലെയറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് നോക്കട്ടെ. നോക്കിയിട്ട് ഞാൻ വലിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതെല്ലാം വലിച്ച് പൊട്ടിച്ചെടുത്തു. ഇതിനകത്തൊന്നും ഇല്ല, ആകെ ഒരു ചോക്ക് ഇതിനകത്തായിരിക്കുന്നത്. ട്രാൻസ്ഫോമറില്ലേ, ഹൈ വോൾട്ടേജ് ജനറേറ്ററിൻ്റെ സാധനം ഇരിക്കണത് ഇവിടെയാണ്. അപ്പം ഇതിൻ്റെ ഔട്ട് നേരെ എടുത്ത് ഹൈ വോൾട്ടേജ് എടുത്ത് ഇവിടെ കൊടുത്തേക്കേ. അപ്പോൾ ഇതിനകത്തൊന്നും കാണാൻ വഴിയില്ല. ഇതിനകത്ത് എന്തെന്നാലും ഒരു ഇൻഡക്ടർ ഉണ്ടാവുമല്ലോ ഇതിനകത്ത്, അല്ലേ? എങ്കിലല്ലേ ഇത് ഞാൻ ഏതായാലും ഈ വൈറ്റ് വെള്ള സാധനം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. എന്തെന്നാലും എനിക്കിത് പൊട്ടിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് എന്താണെന്ന് അറിയണം. ഇതിനകത്ത് സർക്യൂട്ടായിട്ട് വേറെ ഒന്നും ഇല്ല. ആകെ ഒരു ചെറിയ ട്രാൻസ്ഫോമറുണ്ട്. ട്രാൻസ്ഫോമർ ഇവിടെ ഒരു ട്രാൻസ്ഫോമറുണ്ട്. ഇവിടെ ഒരു 2 ലീഡ്, ഇവിടെ 3 ലീഡുള്ള ഒരു ട്രാൻസ്ഫോമർ. ഇതിനകത്തൊരു ട്രാൻസ്ഫോമറുണ്ട്. ഇവിടെ 2 ലീഡ്, ഇവിടെ 3 ലീഡുള്ള ട്രാൻസ്ഫോമർ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ചെറിയ ട്രാൻസിസ്റ്റർ ഇരിപ്പുണ്ട്. ആ ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ. പിന്നെ എല്ലാം പോളിസ്റ്റർ കപ്പാസിറ്ററാണ്, സിറാമിക്കൊന്നും അല്ല ഇട്ടേക്കണം, പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. പിന്നെ ഒരു ഡയോഡ്, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്ററുണ്ട്, 1.2K ഒരു റെസിസ്റ്ററുണ്ട്. ഇത്രയും സാധനങ്ങളെ ഇതിനകത്തുള്ളൂ. ഇനി നമുക്കിതിനകത്ത് എന്തിരുന്ന് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഇതിന് ഈ സാധനത്തിന് എൻ്റെ ഇതിൻ്റെ വില 240 രൂപ എന്നാണ് പറഞ്ഞത്. ഇതിന് 240 രൂപ വില എന്നാണ് പറഞ്ഞത്. കാരണം ഇത് എവിടെ കിട്ടുമെന്ന് ട്രിവാൻഡ്രത്ത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വാങ്ങിച്ചത്. ട്രിവാൻഡ്രത്ത് ചാലയ്ക്കകത്ത് ഈ മാധവൻ തമ്പി ഇത് ട്രിവാൻഡ്രത്ത് നിന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. ട്രിവാൻഡ്രത്ത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചാലയ്ക്കകത്ത് നമ്മുടെ മാധവൻ തമ്പി എന്ന് പറഞ്ഞ കുറച്ച് മറ്റേ വിളക്കൊക്കെ വയ്ക്കുന്ന കടയില്ലേ, മാധവൻ തമ്പി റൈറ്റ് സൈഡിലാണ്. ഇവിടെ നിന്ന് അതായത് ഈസ്റ്റ് കോട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം റൈറ്റ് സൈഡിൽ മാധവൻ തമ്പി എന്നും പറഞ്ഞ് പി മാധവൻ തമ്പി അങ്ങനെ എന്തോ വിളക്കൊക്കെ വയ്ക്കുന്ന ഒരു കടയുണ്ട്. ഇത്തിരി വലുതാണ്, പൂക്കടയൊക്കെ കഴിഞ്ഞ അപ്പുറത്ത് പോയിട്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ശ്രീവിദ്യ സ്പേസിനകത്തുനിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇലക്ട്രോണിക്സ് ഷോപ്പിലെല്ലാം തപ്പിയായിരുന്നു, അവിടെ ഒന്നും കിട്ടില്ല, അന്വേഷിക്കേണ്ട, അവിടെ കിട്ടില്ല. അതിന് പകരം ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്പേസ് കിട്ടുന്ന കട. പിന്നെ മറ്റൊരു കടയെന്ന് പറഞ്ഞാൽ ഈ അട്ടക്കുളങ്ങര എന്തോ ശ്രീബാലാജി അങ്ങനെ എന്തോ ഒരു ഷോപ്പും കൂടെ ഉണ്ട്. ഞാൻ അവിടെ പോയില്ല. അവിടെയും ഉണ്ട് അട്ടക്കുളങ്ങര, ആ NH66 ആ റോഡിൽ ഇത്തിരി കുറച്ച് പോയിട്ട് ലെഫ്റ്റാണോ റൈറ്റാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു കടയും കൂടെ ഉണ്ട്. അതായത് ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്പേസ് കിട്ടുന്ന കട തന്നെയാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ ചിലപ്പം അവിടെ കൂടെ നോക്കണമായിരുന്നു. അവിടെ നോക്കിയാൽ ചിലപ്പോൾ 2 ഉള്ളത് കിട്ടിയെന്ന്. ഇതിപ്പോൾ 4 ഉള്ളതാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല. ഏതായാലും ഞാൻ ഇതൊന്ന് പൊളിക്കട്ടെ. ഇതിൻ്റെ അകത്ത് എന്തിനാണെന്ന് നമുക്കറിയണം. ഇതിനകത്ത് ഞാനിത് തല്ലി പൊട്ടിച്ചു കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള സാധനമാണ് കേട്ടോ. ഈ വൈറ്റില്ലേ, ഈ വൈറ്റ് പാർട്ടെന്ന് വെച്ചാൽ ഭയങ്കര കട്ടി. അതിൻ്റെ 2ആയിട്ട് ഞാൻ ജസ്റ്റ് മുറിച്ച് എന്താണെന്ന് അതിനകത്തുനിന്ന് അറിയാൻ. അതിനകത്ത് ഒരു ഫെറൈറ്റ് കോറുണ്ടേ. ഇതൊരു ഫെറൈറ്റ് കോറാണേ. ഫെറൈറ്റ് കോറിനകത്ത് കോയിൽ ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോക്കാണ് ഇതിനകത്തുള്ളത്. ഒരു ടെസ്ല കോയിൽ പോലത്തെ എന്തോ ഒരു സാധനം. ഈ കോയിലിൻ്റെ കട്ടി കാണാമല്ലോ അല്ലേ, കോയിൽ ഇത്തിരി കട്ടിയുള്ള കോയിലാണ്. ഇതൊരു 24 ഒന്നും അല്ല, 24 ഗേജിൽ ഉള്ള 24 ഓർ 22 ഗേജുള്ള വയറിട്ടാണ് ചുറ്റിയിരിക്കണം. ഈ ഫെറൈറ്റ് കോറിലാണ് അത് ചുറ്റിയിരിക്കണം. നല്ല കട്ടിയുണ്ട് കേട്ടോ. അത് എന്തിനാണിത് ഇത്ര കട്ടിയുള്ള സാധനം വെച്ച് ചുറ്റണമെന്ന് എനിക്കറിയില്ല. ഈ മെറ്റീരിയൽ എന്താണെന്ന് അറിയാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അതിപ്പോൾ എനിക്കും അറിയാമല്ലോ ഇത് എന്താണെന്ന്. കാരണം ഗ്ലൂ ഇല്ലേ, ഗ്ലൂ സ്റ്റിക്ക്, അത് മെൽറ്റ് ചെയ്ത് ഇട്ടാൽ മതിയാവും. അനങ്ങയൊന്നുമില്ല ഇത്.
ഇത് ഭയങ്കര സേഫാക്കി വെക്കാനുള്ള എന്തെങ്കിലും ഇതാണ്. കാരണം ഹൈ വോൾട്ടേജ് പുറത്തോട്ട് ജനറേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനമാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വയറിൻ്റെ ഇൻപുട്ട് കൊടുക്കണ ഇതാണ്, ഈ 2 വയർ. എനിക്ക് തോന്നുന്നു 2-3 കോയിൽ കാണും, കാരണം ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല 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 രണ്ട് വയറുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതൊരു കോയിലാണ്. ഇത് കണ്ട, കാരണം ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ജസ്റ്റ് ഒരു കോയിലാണ്, കോയിലിൻ്റെ ഒരു പാർട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി ആവാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കാരണം 2 വയറല്ലേ ഇൻപുട്ടിൽ പോകുന്നുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ ഇതിനെപ്പറ്റി. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നന്നായിട്ട് വയർ ഇതാക്കുക, കോയിൽ നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട്, ഇൻസുലേറ്റഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. അതായത് അവർ ഉദ്ദേശിക്കണത് ഇത് ആരും നന്നാക്കണ്ട, അതിന് പകരം ഇതിനെ ഇത് ചെയ്താൽ മതി. റീപ്ലേസ് ചെയ്യാൻ മതി. അത് തന്നെയാണ് ഇവരുടെ ബിസിനസ് ടെക്നിക്ക്. കാരണം ഇതാണ് സർക്യൂട്ട്. ഇതിനകത്ത് ചെറിയൊരു ട്രാൻസ്ഫോമർ ടിപ്പുണ്ട്. എന്താണ് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എനിക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. മിക്കവാറും അറിഞ്ഞുകൂടാ. ഈ ട്രാൻസ്ഫോമർ പോകാൻ നോർമലി ഇതേപോലത്തെ സാധനങ്ങളിൽ പോകുന്നത് ഈ ചോക്കാണ്. ഈ ചോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യില്ല. ബാക്കി ഇതൊക്കെ വർക്കിംഗ് ആയിരിക്കും. ഈ ട്രാൻസിസ്റ്ററൊക്കെ വർക്കിംഗ് ആയിരിക്കും. ഈ ചോക്കാണ് സാധാരണ പോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലത്തെ ഹൈ വോൾട്ടേജ് ജനറേറ്റർ അല്ല. ഇതേപോലത്തെ മറ്റേ നമ്മുടെ ബാറ്റിലൊക്കെ ഇല്ലേ, നമ്മുടെ കൊതുവിനടിക്കുന്ന ബാറ്റ്, അപ്പോൾ അതിനകത്തൊക്കെ ഇതേപോലത്തെ ചോക്കുണ്ട്. അതിനകത്ത് കൂടുതലും പോകുന്ന ഇതും ഈ കപ്പാസിറ്ററുമാണ്. ഈ കപ്പാസിറ്റർ പോയിട്ടില്ല, ചെക്ക് ചെയ്തതാണ്, പോയിട്ടില്ല. ഈ കോയിലായിരിക്കും, ഈ ചോക്കായിരിക്കണം പോയത്. കൂടുതലും പോകുന്നത് ചോക്കാണ്. ചോക്കിൻ്റെ പ്രൈമറി വൈൻഡിങ് വളരെ സെക്കൻഡറി വൈൻഡിങ് വളരെ തിന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് അടിച്ചു പോകാൻ കാരണം. അടുത്തത് നമുക്ക് ഈ പുതിയതിനെ ഗ്യാസ് സ്റ്റൗവിൽ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് സ്പാർക്കിംഗ് മോഡ്യൂൾ. ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്താണ്, അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണ് ബാറ്ററി ഇടുന്നത്, D ടൈപ്പ് ബാറ്ററി ഇടുന്നത്. കുറച്ച് ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ടെർമിനൽസ്. ബാറ്ററിയിൽ നിന്ന് വരുന്നതും പിന്നെ സ്പാർക്കിംഗ് പോയിന്റിൽ നിന്ന് വരുന്ന ടെർമിനൽസാണ് ഈ സാധനം. ചെറുതെന്ന് പറഞ്ഞാൽ ചെറിയ ജാക്കെന്ന് പറഞ്ഞാൽ സ്പാർക്കിംഗ് പോയിന്റ് എന്നാണ്. ആ സ്പാർക്കിംഗ് പോയിന്റ് കണക്ട് ചെയ്തേക്കണത് ബർണറിൻ്റെ തൊട്ട് താഴെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലുള്ളത്, ഇത് റൈറ്റ് സൈഡിലുള്ളത്. കാരണം അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സ്പ്രിങ് പോലത്തെയൊക്കെ വെച്ച് ഫിക്സ് ചെയ്തേക്കണം, വെളിയിലോട്ട് തള്ളി തന്നെ ഇരിക്കത്തക്ക വിധത്തിൽ. ഞാൻ ബാറ്ററിയുടെ കണക്ഷനും സ്പാർക്കിംഗ് ടെർമിനൽസിൻ്റെ കണക്ഷനെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് ആ സ്പാർക്കിംഗ് മോഡ്യൂൾ ഫിക്സ് ചെയ്തേക്കുന്ന ഒരു സ്ക്രൂവിലും, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഡബിൾ സൈഡഡ് ടൈപ്പിലും. ഇനി നമുക്ക് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിന് ബാറ്ററി ഇടാം. നമുക്ക് ഡ്യൂറസെല്ലിൻ്റെ തന്നെ ബാറ്ററിയാണ് ഇടുന്നത്. അത് നമുക്ക് വേറെ ഒന്നും കണക്ട് ചെയ്യാനില്ല, ജസ്റ്റ് ബാറ്ററി മാത്രം കണക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കുന്നു. സ്പാർക്കിംഗ് ടെർമിനൽ കണ്ടല്ലോ അല്ലേ, നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടുക്കളയിൽ വെളിച്ചം കൂടുതലാണ്, അതുകൊണ്ടാണ് സ്പാർക്ക് കാണാൻ പറ്റാത്തത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാണ് ഇഗ്നിഷൻ സ്വിച്ച്. ഈ ഒരൊറ്റ സ്വിച്ച് വെച്ചാണ് 2 ബർണറിലും സ്പാർക്ക് വരുന്നത്. കാരണം നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ തന്നെ 2 ബർണറിലും സ്പാർക്ക് വരും. അതിനകത്ത് ഏതാണോ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിരിക്കുന്നത് ആ ബർണർ കത്തും. ഇതുപോലൊരു സ്പാർക്കിംഗ് മോഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ആയിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റൗവിനെ വരെ ഓട്ടോ ഇഗ്നിഷൻ ഗ്യാസ് സ്റ്റൗ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. കമൻറ്റിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഏതൊരു സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.